ദൈവത്തിന്റെ പുഷ്പം എന്നർത്ഥം വരുന്ന ഡയാന്തസ് കാരിയോഫില്ലസ് അഥവാ കാർണേഷൻ എന്ന മനോഹര പുഷ്പത്തെക്കുറിച്ച്. കാർണേഷൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചടുലമായ നിറങ്ങളുടെയും മൃദുലമായ സുഗന്ധത്തിന്റെയും ഒരു ചിത്രം തെളിഞ്ഞുവരും. ഇത് കേവലം ഒരു പൂവല്ല, മറിച്ച് സ്നേഹത്തിന്റെയും ആകർഷണത്തിന്റെയും വിശിഷ്ടതയുടെയും പ്രതീകമായി ലോകമെമ്പാടും വാഴ്ത്തപ്പെടുന്ന ഒരു സസ്യമാണ്. മെഡിറ്ററേനിയൻ പ്രദേശത്ത് ജന്മമെടുത്ത ഈ ഔഷധസസ്യ വാർഷിക സസ്യം ഇന്ന് ലോകമെമ്പാടുമുള്ള പൂന്തോട്ടങ്ങളിലെയും ഫ്ലോറിസ്ട്രി വ്യവസായത്തിലെയും ഒരു ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമാണ്. ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള കട്ട് ഫ്ലവറുകളിൽ ഒന്നായി കാർണേഷൻ വാഴുന്നതിന്റെ കാരണം അതിന്റെ ആകർഷകമായ രൂപവും ദീർഘായുസ്സുമാണ്. കാർണേഷന്റെ സൗന്ദര്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിന്റെ ദളങ്ങളിലാണ്. സാധാരണയായി 3 മുതൽ 5 വരെ സെന്റിമീറ്റർ വ്യാസമുള്ള ഈ പൂക്കൾക്ക് അരികുകളിൽ പ്രത്യേകതരം ഞൊറിവുകളുണ്ട്, പിങ്ക്ഡ്. അതുകൊണ്ടാണ് ഡയാന്തസ് ജനുസിനെ പൊതുവെ പിങ്ക്സ് എന്നും വിളിക്കുന്നത്. കാട്ടുപൂക്കൾ തിളക്കമുള്ള പിങ്ക് പർപ്പിൾ നിറത്തിലായിരുന്നെങ്കിൽ ഇന്നത്തെ കൾട്ടിവേഷനിലൂടെ ചുവപ്പ്, വെളുപ്പ്, മഞ്ഞ, പച്ച തുടങ്ങി എണ്ണമറ്റ വർണ്ണവൈവിധ്യങ്ങൾ നമുക്ക് സ്വന്തമായി. മറ്റൊരു പ്രധാന ആകർഷണം അതിന്റെ സുഗന്ധമാണ്. പല പഴയ ഇനങ്ങൾക്കും ഗ്രാമ്പൂവിനെ ഓർമ്മിപ്പിക്കുന്ന വ്യക്തമായ മസാലകൾ പോലെയുള്ള സുഗന്ധമുണ്ട്. കൂടാതെ ഇതിന്റെ ചാര പച്ചകലർന്ന നേർത്ത നാട പോലെയുള്ള ഇലകൾ പൂവിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. നമ്മുടെ ആവശ്യകതകൾക്കനുസരിച്ച് ഇവയെ 3 പ്രധാന ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. 1. സ്റ്റാൻഡേർഡ് കാർണേഷനുകൾ, ഒരു തണ്ടിൽ ഒരു വലിയ പൂവ്. 2. സ്പ്രേ കാർണേഷനുകൾ, ഒരു തണ്ടിൽ ഒന്നിലധികം ചെറിയ പൂക്കൾ. 3. ഗാർഡൻ കാർണേഷനുകൾ, പൂന്തോട്ടത്തിൽ അലങ്കാരത്തിനായി വളർത്തുന്ന കുറ്റിച്ചെടിയായ ഇനങ്ങൾ. കാർണേഷൻ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവയ്ക്ക് ദിവസവും 4 മുതൽ 6 വരെ മണിക്കൂർ നേരത്തെയുള്ള പൂർണ്ണ സൂര്യപ്രകാശം അത്യാവശ്യമാണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് കാർണേഷന് ഏറ്റവും പ്രധാനം, കാരണം വേരഴുകൽ, റൂട്ട് റോട്ട് ഇതിനെ എളുപ്പത്തിൽ ബാധിക്കാം. മിതമായ വേനൽക്കാല താപനില ഇഷ്ടപ്പെടുന്ന ഈ സസ്യം സ്ഥിരമായ നനവ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അമിതമായി നനയ്ക്കുന്നത് ഒഴിവാക്കണം. കൂടുതൽ പൂക്കൾ ലഭിക്കുന്നതിന് വാടിയ പൂക്കൾ നീക്കം ചെയ്യുന്നത്, ഡെഡ് ഹെഡിംഗ്, വളരെ പ്രയോജനകരമാണ്. പുഷ്പാലങ്കാര കലയിൽ കാർണേഷന്റെ സ്ഥാനം വളരെ വലുതാണ്. പൂച്ചെണ്ടുകൾ, കോർസേജുകൾ, ബൂട്ടോണിയറുകൾ എന്നിവയിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ ഇതിലും പ്രധാനമാണ് അതിന്റെ പ്രതീകാത്മകമായ അർത്ഥങ്ങൾ. ചുവപ്പ് കാർണേഷൻ അഗാധമായ സ്നേഹത്തെയും വാത്സല്യത്തെയും സൂചിപ്പിക്കുന്നു. വെളുപ്പ് പരിശുദ്ധമായ സ്നേഹത്തിന്റെയും ഭാഗ്യത്തിന്റെയും പ്രതീകമാണ്. പിങ്ക് കാർണേഷൻ പല രാജ്യങ്ങളിലും അമ്മയുടെ സ്നേഹത്തെയും നന്ദിയെയും പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഇത് മാതൃദിനത്തിന്റെ ഔദ്യോഗിക പുഷ്പം കൂടിയാണ്. ഡയാന്തസ് കാരിയോഫില്ലസ് എന്ന കാർണേഷൻ വെറുമൊരു പൂവായി നമുക്ക് കാണാൻ കഴിയില്ല. അതിന്റെ സൗന്ദര്യവും സുഗന്ധവും നമുക്ക് പ്രകൃതിയുടെ അത്ഭുതം ഓർമ്മിപ്പിക്കുന്നു. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഈ പ്രതീകം നമ്മുടെ ജീവിതത്തിലും പൂന്തോട്ടങ്ങളിലും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സുഗന്ധം പരത്തട്ടെ. നന്ദി. Like, share and subscribe. Thank you.